നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. സാഹചര്യങ്ങളോട് പോരാടി വിജയം വരിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ വിജയം പിടിച്ചു വാങ്ങിയതാണ്. എല്ലാ അർത്ഥത്തിലും സാഹചര്യങ്ങൾ എതിരായിരുന്നു. കളിയുടെ അവസാനത്തെ 30 മിനിറ്റിലധികം സമയം 10 പേരായിട്ട് കളിക്കേണ്ടി വന്നു. പോരാ, അവസാനത്തെ 15 മിനിറ്റിലധികം സമയം 9 പേരായിട്ട് കളിക്കേണ്ടി വന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. 2 റെഡ് കാർഡുകൾ. ആ 2 റെഡ് കാർഡുകൾ കൊണ്ട് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് തളർന്നില്ല. ഒറ്റ ഗോളിൻ്റെ ലീഡ് സംരക്ഷിച്ചു നിർത്തി. അവസാനം വരെ ഡിഫൻസ് കൃത്യമായിട്ട് പ്രവർത്തിച്ചു. പുറകോട്ടിറങ്ങിയ എല്ലാവരും പെപ്രയും ലൂണയും ഒക്കെ ഡിഫൻസിനെ സഹായിച്ച് 3 പോയിന്റ് നേടിയെടുക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തിലൂന്നി അവർ കളിച്ചപ്പോൾ വിജയം കയ്യിലിരുന്നു. എത്ര വട്ടം നന്നായി കളിച്ച് ബ്ലാസ്റ്റേഴ്സ് തോറ്റിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. പോരാടി നേടി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളോടും. ഒരുപക്ഷെ പഞ്ചാബ് കൂടുതൽ അവസാന ഘട്ടത്തിലൊക്കെ ആക്രമിച്ചു എന്നൊക്കെ പറയാം. പക്ഷേ വിജയം പിടിച്ചെടുക്കുക, 3 പോയിന്റ്, അതാണല്ലോ ഇമ്പോർട്ടൻ്റ്. അത് പിടിച്ചു വാങ്ങിയിരിക്കുകയാണ്. നോഹ് സദോയി പെനാൽറ്റിയിലൂടെ നേടിയ ഗോളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം സമ്മാനിച്ചത്. പഞ്ചാബിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കോമെ പെപ്ര, നോഹ് സദോയി, ലൂണ, കോറു എന്നിവരൊക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. കളിയുടെ 44-ാമത്തെ മിനിറ്റിലാണ് പെനാൽറ്റിയിലൂടെ നോഹ് സദോയി കേരള ബ്ലാസ്റ്റേഴ്സിനെ മുന്നിലെത്തിച്ചത്. ഇടവേള സമയത്ത് ബ്ലാസ്റ്റേഴ്സ് ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 58-ാമത്തെ മിനിറ്റിലാണ് ഡ്രിൻസിച്ചിന് റെഡ് കാർഡ് ലഭിക്കുന്നത്. സെക്കൻഡ് യെല്ലോ ആയിരുന്നു. എതിർ ടീമിലെ താരം ആ ബോൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ട് എന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഇങ്ങനെ തട്ടി വീഴ്ത്തുന്നത്. ഏതായാലും റഫറി അതിന് സെക്കൻഡ് യെല്ലോ കൊടുത്തു. റെഡ് കാർഡായിട്ട് മാറി. ഡ്രിൻസിച്ച് പുറത്തേക്ക്. ബ്ലാസ്റ്റേഴ്സ് 10 പേരായിട്ട് ചുരുങ്ങുന്നു. തിരിച്ചടി. ആ ആളെണ്ണത്തിൻ്റെ അഡ്വാൻറ്റേജ് മുതലെടുക്കാൻ പഞ്ചാബ് ശ്രമിക്കവേ 74-ാമത്തെ മിനിറ്റിൽ ഐബൻ ഡോലിങ്ങിനും റെഡ് കാർഡ്. ഇത് ഡേഞ്ചറസ് പ്ലേ എന്ന പേരിലാണ് ആ ഒരു സ്ട്രൈറ്റ് റെഡ് കൊടുക്കുന്നത്. എന്തായാലും 74-ാമത്തെ മിനിറ്റ് മുതൽ ബ്ലാസ്റ്റേഴ്സ് 9 പേരായിട്ട് ചുരുങ്ങി. പക്ഷേ അവസാനം വരെ കോട്ട കെട്ടി നിന്നു ബ്ലാസ്റ്റേഴ്സ്. സച്ചിൻ അടക്കമുള്ളവർ ഇന്ന് മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയം നേടിയ ബ്ലാസ്റ്റേഴ്സ് 10-ാം സ്ഥാനത്ത് നിന്ന് ഒരു അല്പം മുന്നോട്ട് കയറിയിരിക്കുന്നു. 9-ാം സ്ഥാനത്തേക്ക് എത്തുന്നു. 15 കളിയിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിന് 17 പോയിൻ്റാണ് ഇപ്പോഴുള്ളത്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.